എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ വിഷുഫലം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഏപ്രിൽ 2025 മുതൽ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം രേവതി നക്ഷത്രക്കാർ. Two of Wands, Judgment, Wheel of Fortune, Knight of Cups, Four of Swords, Four of Wands, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 of Wands ആൻഡ് 4 of Swords എനർജി കണക്ഷൻസ് ആണ്. സോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു വ്യഗ്രത ഭയങ്കരമായിട്ടുള്ള സമയമൊക്കെ. നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നേടണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു റെസ്റ്റ്ലെസ് എനർജി ആയിരിക്കും. കാരണം എല്ലാം ചെയ്യണം, എല്ലാം നേടണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ചിന്ത, ഒരു ആകാംക്ഷ, ഒരു ഉത്കണ്ഠയൊക്കെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ദിനരാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കാൻ ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയേക്കാം. അതായത് നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധയൂന്നുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൽ മാത്രം ആവരുത് ശ്രദ്ധ എന്നുള്ളത്. മറ്റ് ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ്സിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടായിരിക്കും. ഇപ്പോൾ ജോലിയിൽ ഒത്തിരി തിരക്കുള്ള സമയമായിരിക്കും, പ്രൊമോഷൻ നടക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അമിതമായിട്ട് ഓവർ വർക്ക് ചെയ്യാതിരിക്കുക. വർക്കഹോളിക് ആയിരിക്കുന്ന ചില ആളുകൾക്ക് ഒരു സൂചനയാണ് അമിതമായിട്ടുള്ളൊരു വർക്ക്. പ്രത്യേകിച്ച് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഒരു എക്സസൈസും ഇല്ലാതെ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരേ ഇതിലിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പിന്നെ ജോലിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അമിതമായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ ഉള്ള ജോലിയാണെങ്കിൽ വീട്ടിൽ വരുമ്പോഴും അത് തന്നെ ചിന്ത, ഫുൾ ടൈം ഇത് മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള പ്രഷർ വരാം. ഇമോഷണലി, മെൻ്റലി നിങ്ങൾ വളരെ വീക്കാവാം. പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നത്. അപ്പം മാനസികമായിട്ട് നെഗറ്റീവ് ഫീൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ തളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്ഷീണം ഫീൽ ചെയ്യാം, ഡിപ്രഷൻ ഫീൽ ചെയ്യാം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മാനസികമായിട്ടൊക്കെ ഒത്തിരി നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യബോധം നല്ലതാണ്, ലക്ഷ്യത്തിലേക്ക് പോവുക തന്നെ ചെയ്യാം. പക്ഷേ ആ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന സമയം കൃത്യമായിട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, സ്ട്രാറ്റജൈസ് ചെയ്യുക. ഇന്ന സമയം ഇത്ര കാര്യങ്ങൾക്ക് ഇത്ര സമയം കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞുള്ള സമയം നിങ്ങളുടെ ഫാമിലിക്കായിരിക്കും. ഇപ്പോൾ വിവാഹിതരാണ്, കുട്ടികളുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ കുടുംബത്തിനും ടൈം കൊടുക്കുക. അല്ലെങ്കിൽ അച്ഛനമ്മമാർ ഉള്ളവരാണെങ്കിൽ അച്ഛനമ്മമാർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ്, അവരോട് കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം. നിങ്ങളുടെ കാര്യം നോക്കുക. സെൽഫ് കെയർ വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, കുട്ടികൾ, അച്ഛനമ്മമാർ, ഇവർക്കൊക്കെ ടൈം കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ, സെൽഫ് കെയർ എടുക്കാൻ, ഒന്ന് ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരു സ്പായോ അല്ലെങ്കിൽ മസാജോ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. അത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു വർഷം ജഡ്ജ്മെൻറ്റ് ടൈമാണ് എന്ന് പറയാം. അപ്പോൾ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വിധി പ്രസ്താവിക്കുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടില്ല, നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കേണ്ടത് എന്ന് കൂടി ചിന്തിക്കുക. കാരണം ഇവിടെ ചില ആളുകൾ മറ്റുള്ളവർ നിങ്ങളെ മറ്റുള്ളൊരു വിധി പ്രസ്താവിച്ചു, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കഴിയില്ല, അങ്ങനെ പറയുന്ന അനുസരിച്ച് നിങ്ങളും അത് ഏറ്റെടുക്കുകയാണെങ്കിലാണ് കുഴപ്പം. കാരണം പല ആളുകളും
അവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോകും. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എന്താണെന്നുള്ളത്. അത് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നല്ല, നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിന് കഴിവുണ്ട്, നിങ്ങൾക്ക് സ്വയം. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളായിരിക്കാം, നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. പലപ്പോഴും പല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ചില ആളുകൾ പറയും അതെന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. ചിലപ്പോൾ അവരത് നിങ്ങളധികം റിസ്ക് എടുത്ത് പോയാൽ അവർക്കത് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പക്ഷേ റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന മനഃപൂർവ്വമായിരിക്കാം നിങ്ങൾ മുന്നേറാതിരിക്കാൻ. ഇനി ഏത് തന്നെ കാരണമായാലും മുന്നേറണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് എടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓണസ്റ്റ് ആയിരിക്കുക നിങ്ങളോട് തന്നെ. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾ ഓണസ്റ്റായിട്ട് വിശ്വാസത്തോടുകൂടി നിങ്ങളോട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വിധി പ്രസ്താവന സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രണയത്തിലായിരിക്കാം, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയമാവാം. അപ്പോൾ ചിലപ്പോൾ പാരൻസ് സമ്മതിക്കുന്നുണ്ടാവില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും, പാരൻസിനെ ചൂസ് ചെയ്യണോ, ഈ വ്യക്തിയെ ചൂസ് ചെയ്യണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു എനർജി ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുക. പല സാഹചര്യങ്ങളും കണ്ടീഷണൽ ലവ് എന്ന് പറയും. അച്ഛനമ്മമാർ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ജീവിതം തുടങ്ങരുതെന്ന് പറയുന്നത് എന്നുള്ളത് ന്യൂട്രലായിട്ട് ചിന്തിക്കാം. പ്രണയം കണ്ണു മറയ്ക്കുമ്പോൾ പലർക്കും പലതും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ ഒരു വ്യക്തി നല്ല ജോലിയുണ്ട്, നല്ല സാഹചര്യമാണ്, ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. അതെല്ലാം നിങ്ങൾ നോക്കുക, ആ വ്യക്തി എങ്ങനെയാണ് എന്ന് കുറച്ച് അകന്ന് മാറി നിന്ന് വീക്ഷിക്കുക എന്നുള്ളതാണ്. ടൈം എടുക്കുക എന്നുള്ളതാണ്. കാരണം ആ വ്യക്തി മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോ പറയുമ്പോൾ ആ വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ നിന്ന് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇവിടെ. അതേപോലെ ജഡ്ജ്മെൻറ്റ് ആൻഡ് 5 of Wands എനർജിയാണ്. ഒത്തിരി കോമ്പറ്റീഷനുള്ളൊരു മേഖലയിലാണ് നിങ്ങളെങ്കിൽ കോമ്പറ്റീഷൻ ആണ്, അത് അങ്ങനെയാണ്. പക്ഷെ അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു തീരുമാനത്തിൽ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ. കാരണം അല്ലാതെ പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നുണ്ട്. ഇവിടെ വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, അതായത് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, നിങ്ങളെ താഴ്ത്തി കാണുന്ന ഒരു സിറ്റുവേഷനായിരിക്കും ചുറ്റുപാടുമുള്ള പലരിൽ നിന്ന് വരുന്നത് എങ്കിൽ, അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു സ്വയം താഴ്ത്തി കാണാതിരിക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ ആളുകൾ നിങ്ങളെ താഴ്ത്തുന്ന രീതിയിൽ തമാശയായിട്ട് വേറെ ഒരു പണിയും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, അത് ചിരിച്ചു തള്ളുന്ന ഒരു രീതിയാണ് നിങ്ങളെങ്കിൽ, തിരിച്ച് അതുപോലെ തന്നെയുള്ള അവരെയും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കൽ അതൊന്ന് പറഞ്ഞു നോക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് എങ്ങനെ പ്രതികരിക്കും എന്നതിലൂടെ നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സാഹചര്യം തന്നെയാണ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്തു നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യാസപ്പെട്ടിരിക്കും. എന്തു തന്നെ ആയാലും നിങ്ങളെ കുറച്ച് കാണാതിരിക്കുക, മറ്റുള്ളവരെ നിങ്ങളെ കുറച്ച് കാണാൻ അനുവദിക്കാതെയും ഇരിക്കുക. സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 4 of Swords എനർജിയാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. ലോട്ടറി ഭാഗ്യങ്ങളും മറ്റുമൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഒത്തിരി പോസിറ്റീവായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ ധനലാഭം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നായിരിക്കും ധനലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ ജോലിക്കുള്ളൊരു സാധ്യത ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ ജോലിയുള്ള ആളുകൾക്ക് പ്രൊമോഷനും പെർമനൻറ്റ് ജോലി അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ പ്രായമായിട്ട് ആളുകൾ, റിട്ടയർ ആയിട്ടുള്ളവർക്ക് റിട്ടയറീസ്, വീട്ടമ്മമാരായിട്ടുള്ളവർ, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ, ഇങ്ങനെ പ്രത്യേകിച്ച് പുറത്തു പോയിട്ട് ജോലിയൊന്നും ഇല്ലാത്തവരും അല്ലെങ്കിൽ അതിന് സാധ്യത കുറവുള്ള ആളുകളും, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജോലി സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരികയാണ് എങ്കിൽ
നിങ്ങൾ ആ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് നല്ല ഒരു അത് മാത്രമല്ലാതെ നിങ്ങൾക്കൊരു വരുമാന മാർഗം കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യവും ഈ ഒരു വർഷക്കാലം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.